അസ്സാം വലൈക്കും വർഹമത്തുള്ള. പ്രിയപ്പെട്ടവരെ, ഇന്ന് ശാന്തപുരം അൽജാമിയ ഇസ്ലാമിയയിലെ ARF ഡയറക്ടർ, അൽജാമിയ റിസർച്ച് ഫെലോഷിപ്പ് ഡയറക്ടർ കൂടിയായ ഡോക്ടർ ഇല്യാസ് മൗലവി, PG ഡീൻ സമീർ കാളികാവ് എന്നിവരോടൊപ്പം നിങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്. നമ്മുടെ ഒരു ആദ്യത്തെ അനുഭവം കൂടിയാണ്. സക്കാത്തിനെ കുറിച്ചുള്ളൊരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോഡ്കാസ്റ്റിൽ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത് തീർത്തും നമ്മളെ സംബന്ധിച്ച് ഒരുപാട് വേദികളിൽ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനൊരു അനൗദ്യോഗികമായിട്ടുള്ളൊരു ഇരുത്തം എന്ന പോലെ ഒരു പോഡ്കാസ്റ്റിൽ ഇരിക്കുക എന്നുള്ളത് തീർത്തും പുതിയൊരു അനുഭവം കൂടിയാണ്. ഇപ്പോൾ സക്കാത്തിനെ കുറിച്ചുള്ള ചർച്ച ഇപ്പോൾ കഴിഞ്ഞൊരു 3 ആഴ്ചയായിട്ടെങ്കിലും നമ്മുടെ ഒരു കേരള പശ്ചാത്തലത്തിൽ വളരെ സജീവമാണ്. അപ്പോൾ സക്കാത്ത് അതിൻ്റെ ഒരു ഇസ്ലാം കാര്യങ്ങൾ ചൊല്ലി പഠിക്കുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ടതായി വളരെ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ പഠിച്ചു പോരുന്നതും ഒപ്പം തന്നെ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ആരാധന അനുഷ്ഠാന മുറകളിലൊന്നായി നമ്മൾ അറിയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പം നടക്കുന്ന ഒരു ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ഇത് ഒരു അനുഷ്ഠാനം ആരാധന എന്നുള്ള നിലക്ക് അതിൻ്റെ പ്രാധാന്യം സ്ഥിരപ്പെട്ടതാകുമ്പോൾ തന്നെ ഇത് സംഘടിതമായി നടക്കുക എന്നുള്ളത് വലിയൊരു കുതൂഹലം, അതല്ലെങ്കിൽ വലിയൊരു കോലാഹലം ഉണ്ടാക്കേണ്ടുന്നൊരു വിഷയം പോലെയാണ് അന്തരീക്ഷത്തിലുള്ളത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ എത്രത്തോളം സംഘടിതമായി ഒരു സക്കാത്ത് എന്നുള്ള ഒരു ആശയത്തിന് തന്നെ സാധ്യതയുണ്ട് എന്നുള്ളതിനെ കുറിച്ച് തന്നെ പരിശോധിച്ച് തുടങ്ങാം എന്നുള്ളതാണ് തോന്നുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഈ സക്കാത്ത് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിൻ്റെ ഒരു റുക്കനാണ്, ഒരു അടിസ്ഥാന സ്തംഭമാണ്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു പുതിയ പ്രവണതയൊന്നുമല്ല എന്നർത്ഥം. ഖുർആനിലും സുന്നത്തിലും, അത് രണ്ടാണല്ലോ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ, വളരെ വിശദമായി സക്കാത്തിനെ സംബന്ധിച്ച് പല വിവരങ്ങളും പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സക്കാത്ത് ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട് 2 രൂപ നമുക്ക് കാണാൻ സാധിക്കും. കാർഷിക വിളകൾ, കന്നുകാലികൾ തുടങ്ങിയൊക്കെ ആർക്കും കാണാൻ പറ്റുന്നതാണല്ലോ. ഇതിനൊക്കെ കണക്കാക്കാനും നിശ്ചയിക്കാനും ശേഖരിക്കാനും ഒക്കെ ഉദ്യോഗസ്ഥരെ പറഞ്ഞയക്കുക. അതുപോലും സക്കാത്തിൻ്റെ ഭാഗമാണ്. കാരണം സക്കാത്ത് ആർക്കൊക്കെയാണ് വിതരണം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഖുർആനിൽ വൽ ആമിലീന അലൈഹ, ആ വകുപ്പിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ എന്ന് നമുക്ക് വേണമെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറയാം. അപ്പോൾ അവർ പോയി ഇത് കണക്കാക്കി നിശ്ചയിച്ച് ഫിക്സ് ചെയ്ത് അത് കലക്ട് ചെയ്ത് ബൈത്തുൽ മാൽ എന്നാ പറയാം. സഹാബിമാരുടെ ഖലീഫമാരുടെയൊക്കെ കാലത്ത് കൊണ്ടുവന്ന് കലക്ട് ചെയ്യുകയും അത് ഗവൺമെൻറ് തന്നെ, സർക്കാർ തന്നെ അർഹരായ 8 വിഭാഗമാണല്ലോ, വിതരണം ചെയ്യുക എന്നതായിരുന്നു ഒരു രീതി. പിന്നെ ചില ആളുകൾ അവരുടെ അതിന് അംവാല് ബാത്തിന എന്ന് പറയും. അതായത് നിങ്ങളെ പോക്കറ്റിൽ ഇപ്പോൾ എത്ര കാശുണ്ടെന്ന് എനിക്കറിയില്ല. അന്ന് സ്വർണ്ണ നാണയങ്ങൾ വെള്ളി നാണയങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ സക്കാത്ത് അവരന്നെ കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. പ്രധാനമായും കേന്ദ്രീകൃതമായി കലക്ട് ചെയ്യുകയും അങ്ങനെ തന്നെ വിതരണം ചെയ്യുക എന്നതാണ് അസില് ഈ സമ്പത്തിൻ്റെ. അതുകൊണ്ടാണ് വൽ ആമിലീന അലൈഹ എന്ന്. അത് വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ജോലിക്കാരുടെ ശമ്പളം ഈ സക്കാത്തിൽ നിന്ന് തന്നെയാണ് കൊടുക്കുക. സക്കാത്ത് വിതരണത്തിൻ്റെ 8 വിഭാഗങ്ങൾ ഒരു കൂട്ടർ ആ ഉദ്യോഗസ്ഥന്മാരാണ്. ഈ രണ്ടാമത്തെ അവരവർ കൊടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ രൂപം പണ്ഡിതന്മാർ പറഞ്ഞത്, എനിക്കിപ്പോൾ നടന്നു പോകാനോ ഇതാക്കാനൊന്നും വയ്യ, അപ്പം ഞാൻ വിശ്വസ്തനായ ഒരാളെ ഇത് ഏൽപ്പിക്കാം. വിശ്വസ്തനായ ആളുകളെ ഏൽപ്പിക്കുന്നത് 2 രൂപത്തിലാകാം. ഒന്ന്, അർഹരായവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിക്കാം. അതല്ല, കേന്ദ്ര ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഗവൺമെൻറ്റിന് കൊണ്ടുപോയി കൊടുക്കണം എന്നും പറഞ്ഞിട്ടും ഏൽപ്പിക്കാം. ഈ 3 രൂപമാണ് പണ്ഡിതന്മാർ ഫുഖഹാക്കളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിനർത്ഥം ഈ 3 രൂപമേ പറ്റുള്ളൂ എന്നല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സക്കാത്ത് നൽകുന്നതിന്, വിതരണം ചെയ്യുന്നതിന് 3 രൂപമുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ട് ഇങ്ങനെ 3 രൂപം അവർ വിശദീകരിച്ചു. ഈ 3 രൂപത്തിലല്ലാതെ കൊടുക്കാൻ പാടില്ല എന്നോ ഇതൊന്നും ആയത്തിലോ ഹദീസിലോ ഉള്ളതല്ല ഈ 3 രൂപത്തിലേ പറ്റൂ എന്നുള്ളത്. അത് മർമ്മം എന്താന്ന് ചോദിച്ചാൽ തുഖദു മിൻ അഗ്നിയാഹിം വതുറദ്ദു അലാ ഫുഖറാഇഹിം, മുസ്ലിങ്ങളിലെ സമ്പന്നരിൽ നിന്ന് വസൂലാക്കി അർഹരായ അഗതികളും പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുക. ഇത് ഏറ്റവും നല്ല രൂപത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്നത് ഏതെല്ലാം വഴികളുണ്ടോ ആ വഴികളിലൊക്കെ ചെയ്യുന്നതിന് ഖുറാനോ സുന്നത്തോ എതിരല്ല എന്നർത്ഥം. നിലവിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യത്തിൽ ഈ
നിലവിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജക്കാത്ത് എന്നുള്ളത് ലോകത്ത് പൊതുവിൽ എല്ലായിടത്തും ജമിയകളായിട്ടും അതല്ലെങ്കിൽ ബൈത്തു ജക്കാത്തൊക്കെ ആയിട്ടും ഇപ്പോൾ UK ഒക്കെ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ വളരെ വ്യാപകമായ രീതിയിൽ അതിൻ്റെതായ സംവിധാനങ്ങൾ മുസ്ലിം രാജ്യങ്ങളല്ലാതായിരുന്നിട്ട് കൂടിയുണ്ട്. അപ്പം ഇത് ഇപ്പോൾ മൗലവി പറഞ്ഞ ഈ 3 സംഗതികൾക്ക് പുറമേ ആയിട്ട് നിലവിൽ അതിനെ എതിർക്കാൻ യഥാർത്ഥത്തിൽ ഇതൊക്കെ സാധ്യതയാണ്, ഇസ്ലാമിൻ്റെ ഒരു സാധ്യത കൂടിയാണ്. അത് യഥാർത്ഥത്തിൽ ഈ ഒരു പശ്ചാത്തലം കൂടി ശരിക്കും ഒരു പ്രമാണപരമായി അങ്ങനെ എതിർക്കപ്പെടേണ്ടതുണ്ടോ യഥാർത്ഥത്തിൽ? അല്ല, അത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സക്കാത്ത് ഇസ്ലാമിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ചരിത്രം എന്ന് മനസ്സിലാക്കിയാലേ ഇതിൻ്റെ ഒരു മർമ്മം തിരിയുള്ളൂ. അപ്പോൾ ഖുർആനികമായിട്ട് സക്കാത്തുമായി ബന്ധപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് ഒന്ന് ആത്തുസ് സക്കാത്ത എന്ന പ്രയോഗമാണ്. നിങ്ങൾ സക്കാത്ത് നൽകണം. ഇതിങ്ങനെ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഇതൊരു ഇബാദത്താണ് എന്നെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഇതൊരു ആരാധനയാണ്. ആ ആരാധന എന്നുള്ള നിലക്ക് ഇത് വ്യക്തികൾക്ക് ഫർള് ഐനായ കാര്യമാണ് എന്നതാണ് ആ ആയത്തിൻ്റെ ഒരു സൂചന. അപ്പോൾ കൊടുക്കാനുള്ള ഉത്തരവാദിത്തം വ്യക്തികൾക്കുണ്ട് എന്നതാണ്. അതേ സമയത്ത് അള്ളാഹു ചെയ്ത പണി വ്യക്തികൾക്ക് അങ്ങനെ കൊടുക്കാൻ ബാധ്യതയുണ്ട്. അപ്പുറത്ത് റസൂലിനെ ചുമതലപ്പെടുത്തി ആളുകൾ കൊടുക്കുമ്പോൾ ഇത് വാങ്ങാൻ ഖുദ് മിൻ അംവാലിഹിം സ്വദഖത്തൻ എന്ന് പറഞ്ഞിട്ട് ഹാക്കിമായ റസൂലിനെ അവിടെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. റസൂൽ അത് വാങ്ങുമ്പോൾ അതിലൂടെ സാക്ഷാത്കരിക്കപ്പെടേണ്ടുന്ന മഖാസിദ്, ലക്ഷ്യങ്ങൾ എന്താണ് എന്നത് ആ ആയത്തിന്റെ ബാക്കിയിൽ അള്ളാഹു വിശദീകരിച്ചു. അത് തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സ്വലാത്തക സകനുൽ ലഹും. ആളുകൾ ഇത് റസൂലിനെ ഏൽപ്പിക്കുന്നതിലൂടെയാണ് അവർക്ക് അവരുടെ സംസ്കരണം, അവരുടെയും അവരുടെ സമ്പത്തിൻ്റെയും സംസ്കരണം, ശുദ്ധീകരണം, വളർച്ച, ഇതേപോലെ അവർക്ക് റസൂലിന്റെ പ്രാർത്ഥന വഴി ജീവിതത്തിൽ സമാധാനവും സൗഖ്യവും, ഇത് 3 ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സക്കാത്തിന് ഇങ്ങനെ ഒരു സിസ്റ്റം വ്യക്തികൾ കൊടുക്കുകയും ഹാക്കിം എന്നുള്ള നിലക്ക് റസൂൽ അത് വാങ്ങുകയും, വാങ്ങിയാൽ പിന്നെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ വിതരണം ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനൊരു സിസ്റ്റമാണ് ഇസ്ലാമിൽ സക്കാത്ത് ഉണ്ടായത്. എന്തിനാ സക്കാത്ത് നിർബന്ധമാണ്? അതിനു മുമ്പ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലെ ധാരാളം ആയത്തുകളിലൂടെ വഫി അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സായിലി വൽ മഹ്റൂം എന്ന് ആവർത്തിച്ച് കുറെ വട്ടം പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിരിക്കെ നിർബന്ധ സക്കാത്ത് നിയമപരമാക്കാൻ പ്രവാചകന്റെ മദീന രാഷ്ട്രം ഉണ്ടായി ഹിജറ 2-ാം വർഷം വരെ കാത്തിരുന്നത് എന്തിനാണ്? അത്രയും പ്രധാനപ്പെട്ട ഒരു ആരാധനയാണുള്ളത് എന്ന് ചോദിച്ചാൽ അതിനൊരു സിസ്റ്റം വേണം, ഒരു സംഘടിതമായ സിസ്റ്റം ഉണ്ടാവണം. ഇത് കേവലം വ്യക്തികൾ കൊടുക്കുന്ന ദാനധർമ്മം പോലെ കൊടുക്കേണ്ടുന്ന കാര്യമല്ല. ഇസ്ലാം ഒരു ജീവിത വ്യവസ്ഥയുടെ ഭാഗമായി മുന്നോട്ട് വെക്കുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയിലൂടെ സാധ്യമാകേണ്ടുന്ന കുറെ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് സക്കാത്തിനെ എന്ത് ചെയ്തിട്ടുള്ളത്, ഇസ്ലാം അവതരിപ്പിച്ചത്. അപ്പൊ ഇത് സംഘടിത സ്വഭാവത്തിലായാലേ അതിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുകയുള്ളൂ. അതിന് ഏറ്റവും വിശ്വസ്തമായ ഏജൻസി എന്ന് പറയുന്നത് ഇസ്ലാമിക ഭരണകൂടമാണ്. അതേസമയത്ത് ആ ഭരണകൂടം ഉള്ള ഒരു സാഹചര്യത്തിലുള്ള ഇജ്തിഹാദുകളാണ് മദ്ഹബിന്റെ ഇമാമുകളടക്കം നടത്തിയത്. ഈ പറഞ്ഞ 3 രൂപങ്ങളാണ് അത് കൊടുക്കേണ്ടുന്ന രീതി എന്നൊക്കെ പറഞ്ഞത്. അതേസമയത്ത് നമ്മൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട, അതായത് ഒരു ഖിലാഫത്തും ആ ഖിലാഫത്തിന്റെ കീഴിൽ വ്യവസ്ഥാപിതമായി സക്കാത്ത് ശേഖരിക്കുകയും വ്യവസ്ഥാപിതമായി വിതരണം ചെയ്യുകയൊക്കെ ഉള്ള ഒരു സംവിധാനം നിലവിലുള്ള സന്ദർഭത്തിലാണ് ഈ 3 രൂപങ്ങളെ സംബന്ധിച്ച് ഇമാമുകൾ പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. അതേസമയം നമ്മൾ അഭിമുഖീകരിക്കുന്ന കളിയ തീർത്തും വ്യത്യസ്തമാണ്. ഇസ്ലാമിക ഭരണകൂടം ഇല്ല. എങ്ങനെയാണ് സക്കാത്ത് വിതരണം ചെയ്യേണ്ടത് എന്നത് ശേഖരിക്കുന്നത് തീർത്തും പുതിയ ഇജ്തിഹാദ് ആവശ്യമുള്ള ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അത് ഇപ്പോ ഇന്നും ഇന്നലെ ഉണ്ടായ വിഷയം എന്നല്ല. ഖിലാഫത്ത് തകർന്നത് മുതൽ ചുരുങ്ങിയത് എന്തുണ്ട്? ആ ചർച്ച ഉണ്ട്. ആ ചർച്ച നടത്തിയപ്പോ മദ്ഹബുകളുടെ ഷാഫി മദ്ഹബിന്റെ തന്നെ ഉസൂലുകളിൽ നിന്നുകൊണ്ട് ഷാഫി പണ്ഡിതന്മാർ ആ വിഷയം ചർച്ച ചെയ്തിട്ട് അവർ കണ്ടെത്തുകയും എഴുതുകയും ചെയ്തത് ഇത് സംഘടിതമായി നിർവഹിക്കുന്ന, ശേഖരിച്ച് വിതരണം ചെയ്യുന്നതാണ് നല്ലത് എന്നതാണ്. അതുകൊണ്ടാണ് വിഷയത്തില് ഇപ്പോ വക്കാലത്തുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള, ഇപ്പൊ നേരത്തെ പറഞ്ഞൊരു തൗഫീലുമായി ബന്ധപ്പെടുത്തിയ ഒരു സംഗതിയാണ്. ഈ വക്കാലത്തില് കാര്യമായി ഇപ്പോ ഷർത്തുൽ വക്കീലി യകൂന മുഅയ്യനൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ. അപ്പൊ അത് ഈ തഅയീനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത് നിശ്ചിത വ്യക്തി എന്ന് പറയുന്ന ഒരു അർത്ഥത്തിലേക്ക് വെച്ചുകൊണ്ട് അത് ഒരു വ്യക്തിക്കാണ് അത് കൊടുക്കേണ്ടത്. അത് പിന്നീട് അതല്ലാതെ ഇത്തരം സംഘടനകൾ നടത്തുന്നത്, അതുപോലെ തന്നെ മഹല്ലുകൾ നടത്തുന്നത്, ഇതൊന്നും സാധുവാകുകയില്ല എന്നൊക്കെയുള്ള ഒരു ഈ വിമർശകരുടെ ഒരു വൈജ്ഞാനിക സത്യസന്ധത ഇല്ലായ്മ ഇവിടെ നമുക്ക് വളരെ വ്യക്തമാവും. ഇനി വ്യക്തിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ
മജ്ജയും മാംസവും ഉള്ള ആളുകളാണല്ലോ ഈ കമ്മിറ്റിയിലുള്ളത്. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ആകാശത്ത് നിന്ന് ഇറങ്ങിയ ഒരു പ്രതിഭാസം, എന്നിട്ട് ഒരു ഹവേൽ ഇങ്ങനെ കൊടുക്കുക, അതല്ല ഉണ്ടാവുന്നത്. കമ്മിറ്റിയിലാണെങ്കിൽ അതിന് പ്രസിഡന്റ് ഉണ്ടാവും, സെക്രട്ടറി ഉണ്ടാവും, ട്രഷറർ ഉണ്ടാവും, കമ്മിറ്റി മെമ്പർമാരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോഴും ഇദ്ദേഹം കൊടുക്കുന്നത് ഈ വ്യക്തിക്കാണ്. ഇപ്പോൾ ഒരു സക്കാത്ത് കമ്മിറ്റി, നിങ്ങളിപ്പോൾ സക്കാത്ത് കമ്മിറ്റിയിലെ മെമ്പറാണ് എന്ന് വിചാരിക്കാം. ഞാൻ നിങ്ങളെ മുസ്ലിമായ പക്വതയുള്ള വിവേകമുള്ള മുത്തമയ്യിസായ നിങ്ങളടുത്ത് ഞാൻ എൻ്റെ സക്കാത്ത് നിങ്ങൾ അർഹരായ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്ന് പറയാലോ. നിങ്ങൾ കമ്മിറ്റി അംഗമായി എന്ന് വിചാരിച്ച് ഇനി ഇവർ പറയുന്നത് വൈജ്ഞാനിക സത്യസന്ധത അവരുണ്ടെങ്കിൽ സക്കാത്ത് കമ്മിറ്റികൾ ഇസ്ലാമിക വിരുദ്ധം എന്ന് പറയുന്നതിൻ്റെ മുമ്പ് എന്താണ് ഈ കമ്മിറ്റി എന്നുള്ള ഒരു ഇത് ചെയ്യാമല്ലോ. ഒന്നത്. രണ്ടാമത്തത് നിങ്ങൾ സൂചിപ്പിച്ച വാക്കുണ്ടല്ലോ, മീൻ ഷർത്തിൽ വക്കീൽ അയ്യക്കൂന മുഅയ്യനൻ. മുഅയ്യനൻ എന്ന് പറഞ്ഞാൽ അത് ജീവനുള്ളൊരു മനുഷ്യനാണ് എന്ന് ആര് പറഞ്ഞു? മുഅയ്യൻ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായിട്ട് തന്നെ ഫിക്സഡ് എന്നാണ്, നിർണിത. അത് വ്യക്തിയാകാം. അതായത് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സക്കാത്ത് കൊടുക്കാൻ ഒരാളെയോ ഒരു സംവിധാനത്തെയോ ഏൽപ്പിച്ചാൽ അത് ആരാണെന്ന് ഒരു ബോധ്യം എനിക്ക് വേണം. അയാൾ വിശ്വസ്തനാണോ, ഈ പണി ചെയ്യാൻ പറ്റിയ ആളാണോ, അങ്ങനെയുള്ള സംവിധാനമാണോ, അതോ നിങ്ങൾ റോട്ടുമേൽ അങ്ങോട്ട് വെച്ച് പരത്തി വെച്ചിട്ട് ഞാനവിടെ പോയി നിങ്ങളൊക്കെ പോയിട്ടാണ് കൊടുത്തോളി. അപ്പോൾ അതൊരു ഫിക്സായ ഒരു സംഭവമല്ല. അപ്പം മുഅയ്യനൻ എന്ന് പറയുന്നതിന് അവർ ഒരു മനുഷ്യൻ എന്നാക്കി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ വ്യക്തി, ഒരു വ്യക്തി എന്നാക്കി. ഫുഖഹാക്കള് ഇമാം നവവി ഇമാം നവവിയെ പോലുള്ള ഫുഖഹാക്കൾ പറയുന്നത് അത് കാഫിറായാലും കുഴപ്പമില്ലാന്നാ. കാഫിറായ ഒരാളെ ഞാൻ വക്കാലത്ത് ആക്കുന്നതെങ്കിൽ അന്ന് അതും കുഴപ്പമില്ല. ആ കാലത്ത് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? ഇത് അർഹരായവരിൽ എത്തിക്കാൻ വിശ്വസിക്കാൻ പറ്റിയ, നമ്പാൻ പറ്റിയ ഒരാളാവുക എന്നതാണ്. നവവി പറഞ്ഞ ഈ കാഫിറിന്റെ ചർച്ച അത്രത്തോളം പോകാതിരിക്കുന്നത് വേറെ നല്ലത്. കാരണം അതിനേക്കാൾ ഇപ്പുറത്തുള്ള ലെവലിൽ തന്നെ മുസ്ലിം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത്രത്തോളം അവർ വിശാലത കാണിച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം ആയ ആളുകൾ, മഹല്ല് കമ്മിറ്റി അംഗങ്ങൾ എന്നൊക്കെ പറയുന്ന ആ ആളുകളെ ഏൽപ്പിക്കുന്ന അവരിന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എത്രത്തോളം അതിനെപ്പറ്റി അവർ പറയും എന്ന് മാത്രമല്ല, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആധികാരിക പണ്ഡിതന്മാര് അവരുടെ തന്നെ മാഗസിനുകളിൽ അറബി മലയാളത്തിലൊക്കെ എഴുതിയ ഗ്രന്ഥങ്ങളിലൊക്കെ അൽബയാനിലൊക്കെ എഴുതിയത് നമുക്കിപ്പോഴും കിട്ടും. അത് ഒറിജിനൽ അതിന്റെ ഇത് തന്നെ നമുക്കിന്ന് ലഭ്യമാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഇതൊക്കെ ഒരു സംവിധാനത്തെ തകർക്കാൻ ഉദ്ദേശിച്ചിട്ടാണോ ഇവർ ഈ പണ്ഡിതന്മാർ ഇറങ്ങിയതെന്ന് പോലും സംശയിക്കാൻ പറ്റുന്ന കോലത്തിലാണ് അവരുടെ ഇടപെടൽ. അപ്പൊ യഥാർത്ഥത്തിൽ മുഅയ്യനൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ആ നിബന്ധന വ്യക്തി എന്ന് തന്നെ വെക്കുകയാണെങ്കിലും കമ്മിറ്റിയിലെ മെമ്പർമാർക്കോ ചെയർമാന്റെ കയ്യിലോ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ കയ്യിലോ സെക്രട്ടറിന്റെ കയ്യിലോ ട്രഷറുടെ കയ്യിലോ കൊടുക്കാം. ഇനി അതല്ല, കമ്മിറ്റിയെ തന്നെ ലീഗൽ പേഴ്സണാലിറ്റി എന്താ ഷഖ്സിയൽ എഅ്തിബാരിയ അതെന്താന്ന് വെച്ചാൽ ഫുഖഹാക്കൾ ചർച്ച ചെയ്താണ്. അതായത് ഒരു കമ്മിറ്റി, ഇപ്പൊ മഹല്ല് കമ്മിറ്റി, വഖഫ് നോക്കുന്ന കമ്മിറ്റി, ഇതിലൊക്കെ ലീഗൽ പേഴ്സണാലിറ്റി അറബിയിൽ ഷഖ്സിയൽ എഅ്തിബാരിയ എന്നാണ് പറയുക. ഇപ്പൊ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന വ്യക്തികൾ ആഖിദൈനി ബാലിഗും റഷീദും ആയിരിക്കണം എന്നാ. ചിലപ്പോ രണ്ട് കമ്പനികൾ തമ്മിലേക്ക് ഇടപാട് നടക്കുക. നമ്മുടെ ബാലിഗ് എന്ന് പറഞ്ഞ പ്രായപൂർത്തിയും പക്വതയും വിവേകവും ഉള്ള ആളുകൾ, വ്യക്തികളായിരിക്കണം എന്നാണ്. പലപ്പോഴും ഇത് ചെയ്യുന്നത് കമ്പനി മാനേജറൊക്കെ ആയിരിക്കും. പക്ഷെ അവരൊക്കെ ആ സ്ഥാനത്ത് വെക്കുകയാണ്. അപ്പൊ കമ്പനിയാണ് അവിടെ, കമ്പനി വാങ്ങിച്ചു എന്നാ പറയാ, കമ്പനി വിറ്റു, കമ്പനി വാങ്ങിച്ചു, അല്ലാണ്ട് ഈ മാനേജർ വാങ്ങിച്ചു, മാനേജർ വിറ്റു എന്നല്ല പറയാ. പക്ഷെ അതിനൊക്കെ ആധുനിക കാലത്ത് പണ്ഡിതന്മാര് ഫുഖഹാക്കൾ ഇതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ്. ഷഖ്സിയൽ എഅ്തിബാരിയ എന്ന് പറഞ്ഞാല് ആ കമ്പനിയെ അല്ലെങ്കിൽ ജംഇയ്യയെ ഒരു വ്യക്തിയായിട്ട് പരിഗണിക്കുക. അതിനെ വ്യക്തിയായി പരിഗണിക്കുക എന്നുള്ള. അപ്പൊ അയ്യക്കൂന മുഅയ്യനൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണം ശരിക്ക് അയ്യക്കൂന ഫർദൻ മുഅയ്യനൻ, ഷഖ്സൻ മുഅയ്യനൻ ഔ അഷ്ഖാസൻ മുഅയ്യനീൻ എന്നാണ്. കമ്മിറ്റി വ്യക്തിയല്ലല്ലോ എന്ന വിമർശനത്തിന് അവിടെ പ്രസക്തിയില്ല. അത് മുഅയ്യനാവണമെന്ന് പറഞ്ഞാല് അത് ഒരു വ്യക്തിയാണെങ്കിലും ഒന്നിലധികം വ്യക്തികളാണെങ്കിലും ആള് നിർണിതായിരിക്കണം എന്നതാണ് പറയാൻ കഴിയണം. അതാണ് അത് ആരാന്ന് എനിക്ക് ഓർമ്മയില്ല. അത് കുറെ ആളുകൾ ആവണം എന്ന് വെച്ചാൽ തന്നെ ആധുനിക ഫിഖ്ഹിലുള്ളതാണ്. നേരത്തെ പറഞ്ഞത് ഷഖ്സ് എന്ന് പറയുന്നത് ഒരാൾ എന്നുള്ളതല്ല, ഒരു മനുഷ്യൻ എന്നുള്ള നിലക്കല്ല. ഒരു ഷഖ്സിയത്ത് ഒരു വ്യക്തി, ഒരു മനുഷ്യന് മാത്രമല്ല ഉള്ളത്, ഒരു സംവിധാനത്തിനും എഅ്തിബാറൻ അതിന് ഷഖ്സിയത്തുണ്ട് എന്ന കൺസെപ്റ്റാണ് ഷഖ്സിയൽ എഅ്തിബാരിയ. അതനുസരിച്ചാണ്
കമ്പനികൾ തമ്മിലുള്ള കോൺട്രാക്റ്റുകൾ ആകുന്നത്. ഇതിൽ ഈ പ്രമാണപരത യുജ്യത്തിന്റെ ഇതിനപ്പുറം ഈ പ്രയോഗപരതയിലേക്ക് സംഗതി വന്നാല് ഇപ്പോ ഞാൻ ഇന്നലെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഗതി എനിക്ക് ഒരാൾ അയച്ചു തന്നിരുന്നു. അതായത് zakat.org എന്ന് പറയുന്ന സൈറ്റ്, അതായത് അങ്ങനെ ഒരു ഡൊമൈൻ കിട്ടാന്നുള്ളത് അത് ഉള്ളത് USA-ലാണ്. അതായത് യഥാർത്ഥ മുസ്ലിം ലോകത്താണ് ശരിക്കും അങ്ങനെ ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ NZF നാഷണൽ സക്കാത്ത് ഫൗണ്ടേഷൻ UK-ലാണ്. അപ്പൊ മൊത്തം മുസ്ലിം രാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ ഇത്തരം ജമഇയ്യകളും ഇത്തരം ബൈത്തു സക്കാത്തും ഉണ്ട്. ഖത്തറില് സുന്തൂഖു സക്കാത്ത്, കുവൈത്തില് ബൈത്തു സക്കാത്ത്, ഇതൊന്നും ഗവൺമെന്റ് സക്കാത്ത് ശേഖരിക്കാൻ ഉണ്ടാക്കിയ സംവിധാനമല്ല. അതായത് ഗവൺമെന്റ് നേരിട്ട് ടാക്സ് ഒക്കെ പിരിക്കുന്നത് പോലെ ഗവൺമെന്റ് ട്രഷറിയിലേക്ക്, ഗവൺമെന്റ് ഖജനാവിലേക്ക് വരവ് വെക്കുന്ന ഒരു കളക്ഷൻ അല്ല. സൗദിയിൽ അങ്ങനെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അതെ, ഖത്തറിലൊന്നും അങ്ങനല്ല. സുന്തൂഖ് സക്കാത്ത് ഗവൺമെന്റിന്റെ അതോറിറ്റി, അതായത് എന്താ പറയാ, ഔക്കാഫിന് കീഴിലുള്ളതാണ്. പക്ഷെ അത് ആ കമ്മിറ്റിയാണ് തീരുമാനം എടുക്കുക. മാത്രമല്ല ഖത്തരികൾ എല്ലാവരും അവിടെ കൊണ്ടുപോയി കൊടുക്കണം എന്നൊരു നിർബന്ധം ഇട്ടില്ലേനു. ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിൽ അങ്ങനത്തെ ചോയ്സ് ഒന്നും ഉണ്ടാവില്ല, എല്ലാവരും ആ വകുപ്പ് തന്നെ കൊടുക്കണം. അപ്പോൾ